നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാനുള്ള ചർച്ച യമനിൽ വീണ്ടും തുടങ്ങി. കൊല്ലപ്പെട്ടയാളുടെ ബന്ധുക്കളുമായി കാന്തപുരത്തിന്റെ പ്രതിനിധി രണ്ടാം ദിവസവും ചർച്ച നടത്തുന്നു. ദിയാധനം സ്വീകരിക്കുന്നതിൽ ഇന്ന് തീരുമാനത്തിന് സാധ്യത. നാളെ വധശിക്ഷ നടപ്പാക്കരുതെന്ന് കോടതിയിൽ അപ്പീൽ. കെ സുധാകരനെ ഒഴിവാക്കിയുള്ള പോസ്റ്റർ കോൺഗ്രസിൽ പുതിയ വിവാദത്തിന് വഴിവെക്കുന്നു. തലസ്ഥാനത്തെ ഒഴിവാക്കൽ കണ്ണൂരിലും ആവർത്തിച്ചതോടെ പടയൊരുക്കവുമായി സുധാകരൻ. സുധാകരന്റെ അണികൾ സണ്ണി ജോസഫിനെ തടഞ്ഞതിൽ കെപിസിസിക്ക് അതൃപ്തി. താൽക്കാലിക വിസി നിയമനങ്ങൾ റദ്ദാക്കിയതിനെതിരെ ഗവർണർ സുപ്രീം കോടതിയിലേക്ക്. യുജിസി ചട്ടങ്ങൾ ബാധകമല്ലെന്ന പരാമർശത്തിൽ വ്യക്തത തേടും. വിസിമാരുടെ പാനൽ ഉടൻ ഗവർണർക്ക് നൽകാൻ സർക്കാർ. കേരള സർവകലാശാലയിൽ ഇന്നും വിസി എത്തിയില്ല. കെട്ടിക്കിടക്കുന്നത് 2000-ഓളം ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ. ആരോ അവരെ തെറ്റിദ്ധരിപ്പിച്ചു. അങ്ങനെയാണ് ഈ സമരത്തിനുള്ള പ്രഖ്യാപനം നടത്താൻ വേണ്ടിയുള്ള കാരണം എന്ന് പറയുന്നത്. തീരുമാനം മാറ്റാൻ വേണ്ടിയുള്ള ചർച്ചയല്ല, ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ചർച്ച നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. സ്കൂൾ സമയമാറ്റത്തിൽ സർക്കാർ മാറ്റം വരുത്തില്ല. സമസ്തയോടുള്ള ചർച്ച കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ മാത്രമെന്ന് മന്ത്രി. സമുദായത്തെ അവഗണിച്ചാൽ അനുഭവിക്കുമെന്ന് ഉമർ ഫൈസി മുക്കം. അവർ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ കഴിയുമെന്ന് ഒരു സർക്കാരും വിചാരിക്കണ്ട. അതൊരു ധിക്കാരപരമായ പോക്കായിരിക്കും. അതിന്റെ തിക്തഫലം അവരനുഭവിക്കേണ്ടി വരും, ആരായിരുന്നാലും. എറണാകുളം നെട്ടൂരിൽ കണ്ടെയ്നറുമായി പിടിയിലായ രാജസ്ഥാൻ സംഘം ലക്ഷ്യമിട്ടത് ATM കവർച്ച. കേരളത്തിലെത്തിയത് കൃഷ്ണഗിരിയിൽ നിന്ന് മോഷ്ടിച്ച കാർ കണ്ടെയ്നറിൽ കയറ്റിയെന്ന സൂചന. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചയാളും അറസ്റ്റിൽ. തൃശൂരിൽ ATM കവർന്ന കണ്ടെയ്നർ സംഘവുമായി ബന്ധമുണ്ടോ എന്ന അന്വേഷണം. ബഹിരാകാശ നിലയത്തിൽ നിന്ന് ശുഭാംശു ശുക്ലയുടെ ഭൂമിയിലേക്കുള്ള മടക്കയാത്ര തുടരുന്നു. ആക്സിയം 4 സംഘത്തിന്റെ ലാൻഡിംഗ് 3 മണിയോടെ. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് 2 മണിയോടെ പ്രവേശിക്കും. വിശദമായ വാർത്തകളിലേക്ക്. നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാനുള്ള അവസാനവട്ട ശ്രമങ്ങൾ യമനിൽ ഇപ്പോഴും തുടരുകയാണ്. തലാലിന്റെ കുടുംബവുമായുള്ള യോഗം പുനരാരംഭിച്ചു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറിന്റെ ഇടപെടലിനെ തുടർന്ന് ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ നേതൃത്വത്തിലാണ് ചർച്ച. വധശിക്ഷ നീട്ടിവെക്കുക എന്നതിലാണ് ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിൽ പ്രാധാന്യം നൽകുന്നതെന്നാണ് വിവരം. അതിനിടെ ചർച്ചയിൽ പങ്കെടുക്കുന്നതിനായി യമനിലേക്ക് പ്രതിനിധിയെ അയക്കുമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വ്യക്തമാക്കി. വിവരങ്ങളുമായി കിരൺ ബാബു ചേർന്നു. കിരൺ, ഒരു ദിവസം മാത്രമാണ്, ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് നിമിഷപ്രിയയെ സംബന്ധിച്ച് ജീവിതത്തിലേക്കുള്ള യാത്രയ്ക്ക്. പക്ഷേ ആ കുടുംബം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു ശക്തമായ സമവായ ഇടപെടൽ മാത്രമേ ഫലിക്കുകയുള്ളൂ. നിലവിൽ എങ്ങനെയാണ് ആ ശ്രമം നടക്കുന്നത്? എന്തിനാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്? ശ്രീജ, ഇനി നിർണായകമാണ് അടുത്ത 3-3.5 മണിക്കൂറുകൾ. ഇപ്പോൾ യമൻ സമയം രാവിലെ 10:30 മണിയായിരിക്കുകയാണ്. കോടതിയിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ ഇപ്പോൾ സമർപ്പിച്ചു കഴിഞ്ഞോ എന്ന കാര്യത്തിൽ നമുക്ക് കൃത്യമായ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. ഇപ്പോൾ തന്നെ സമർപ്പിക്കുമെന്നാണ് ഒരു മണിക്കൂർ മുമ്പ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ആ ഹർജി ഇന്ന് കോടതി പരിഗണിക്കേണ്ടതുണ്ട്. ഹർജി പരിഗണിച്ച് ഇന്ന് ഇന്ത്യൻ സമയം ഏകദേശം 4:30 വരെയാണ് കോടതി ഉള്ളത്. ആ സമയത്തിനുള്ളിൽ വധശിക്ഷ നീട്ടിവെച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് ലഭിക്കണം. അതാണ് ഇന്നത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം. വധശിക്ഷ നടപ്പാക്കേണ്ട തീയതി നാളെയാണ്. അതിനു മുമ്പുള്ള കോടതി സമയം ഇന്നാണ്. ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം ഏകദേശം 4:30 വരെയാണ് കോടതി സമയം ഔദ്യോഗികമായിട്ടുള്ളത്. അല്ലെങ്കിൽ പിന്നീട് പ്രത്യേകത പരിഗണിച്ച് കോടതി അതിനുശേഷം പരിഗണിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവണം. അത് അസാധാരണമായ അവസ്ഥയാണ്. എന്തായാലും ഹർജിയുമായി രാവിലെ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കോടതിയുടെ ഭാഗത്ത് നിന്ന് തൽക്കാലത്തേക്ക് വധശിക്ഷ നീട്ടിവെക്കുന്നു എന്നുള്ളൊരു ഉത്തരവ് കിട്ടണം. ആ ഉത്തരവ് കിട്ടിക്കഴിഞ്ഞാൽ അത് പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതി അധികൃതരെ എത്തിച്ചു കഴിഞ്ഞാൽ നാളത്തെ വധശിക്ഷ തൽക്കാലത്തേക്ക് നീട്ടിവെക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഒരു തുടർ ചർച്ചയ്ക്കുള്ള സമയം ലഭ്യമാവുകയുള്ളൂ. ഇപ്പോൾ തൽക്കാലം ഒരു തരത്തിലും ദിയാധനം വാങ്ങിക്കൊണ്ട് ശിക്ഷാ ഇളവിന് കഴിയില്ല എന്നുള്ള ഉറച്ച നിലപാട് സ്വീകരിച്ചിരുന്ന കുടുംബവും ഗോത്ര
സഭയും ഒക്കെ ഇപ്പോൾ ചെറിയ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഇത് തുല്യം ചാൻസാണ് അപ്പുറവും ഇപ്പുറവും നിൽക്കുന്നത്. കുടുംബത്തിലെ ഒരു വിഭാഗം ആളുകളൊക്കെ അത്തരത്തിലേക്ക് ദിയാധനം വാങ്ങിക്കൊണ്ട് അത്തരമൊരു ശിക്ഷാ ഇളവിന് തയ്യാറാണ് എന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തുമ്പോൾ കുടുംബം പൂർണ്ണമായും ഇപ്പോഴും അങ്ങനെ എത്തിയിട്ടില്ല. പ്രത്യേകിച്ച് ഗോത്രസഭയിലെ ആളുകളുടെ നല്ലൊരു ശതമാനം പ്രതികളും അങ്ങനെ ദിയാധനം വാങ്ങിക്കൊണ്ട് ശിക്ഷയിൽ ഇളവ് കൊടുക്കേണ്ട എന്നുള്ള ഒരു നിലപാടിൽ തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്. ഇവരുമായിട്ടൊക്കെയുള്ള ചർച്ച നടക്കണമെങ്കിൽ, ചർച്ച തുടർന്ന് ഒരു അന്തിമ തീരുമാനം ഉണ്ടാവണമെങ്കിൽ ഇന്ന് കോടതിയുടെ ഭാഗത്ത് നിന്ന് വധശിക്ഷ നീട്ടിവെച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് കിട്ടണം. അത് കിട്ടും എന്നുള്ള ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഈ വിഷയത്തിൽ ഏറ്റവും അവസാനമാണ് ഇടപെട്ടതെങ്കിലും ഏറ്റവും ഫലപ്രദമായ ഇടപെടൽ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലാണ്. അദ്ദേഹം അവിടുത്തെ യമനിലെ പ്രമുഖ മതപണ്ഡിതനും ലോകത്ത് തന്നെ പ്രധാനപ്പെട്ട ഒരു ഇസ്ലാമിക് പണ്ഡിതനും കൂടിയായ ഷെയ്ഖ് ഹബീബ് ഉമർ എന്ന് പറയുന്ന ഇസ്ലാം മതപണ്ഡിതൻ, അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട മതപഠന കേന്ദ്രത്തിൻ്റെ സ്ഥാപകനും ഒക്കെയാണ്. മുഹമ്മദ് നബിയുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട 46ാം തലമുറയിൽപ്പെട്ട ആളാണ് എന്നൊക്കെ കരുതപ്പെടുന്ന ആളാണ്. അത്രത്തോളം സ്വാധീനമുള്ള ഒരു പ്രധാനപ്പെട്ട മതപണ്ഡിതനാണ്. അദ്ദേഹവുമായിട്ടാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ബന്ധപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രതിനിധികളാണ് ഇപ്പോൾ ഇവിടുത്തെ ഗോത്രവർഗ പ്രതിനിധികളുമായി ചർച്ച നടക്കുന്നത്. യമനെ സംബന്ധിച്ച് നമുക്കറിയാം, കൃത്യമായ ഒരു ഭരണകൂടവും വ്യവസ്ഥയും ഉള്ള ഒരു രാജ്യമല്ല. അവിടെ തെക്ക് വടക്ക് എന്നുള്ള രണ്ടായി തിരിഞ്ഞുകൊണ്ട് ഭരണകൂടത്തിൽ തന്നെ തർക്കങ്ങളൊക്കെ ശക്തമായി നിലനിൽക്കുകയും ആരാണ് ശരിയായ ഭരണാധികാരി എന്ന നിലയ്ക്കൊക്കെയുള്ള തർക്കങ്ങളൊക്കെ നിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. പ്രത്യേകിച്ച് ഗോത്രവർഗ മേഖലയിലാണ്. ഇത് തെക്കൻ യമനിലാണ് ഈ കൊല്ലപ്പെട്ട യമൻ പൗരൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത്, ആ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഗോത്രവർഗ മേഖലയാണ്. അവിടെ ഗോത്രവർഗ വിഭാഗങ്ങളാണ്, അവരുടെ സഭകളാണ് കാര്യങ്ങളിൽ അന്തിമമായ തീരുമാനമെടുക്കുന്നത്. കുടുംബത്തിൻ്റെ തീരുമാനത്തിനൊപ്പം ഗോത്രസഭയുടെ തീരുമാനവും അവിടെ അന്തിമമാണ്. ഈ രണ്ടുപേരുടെയും തീരുമാനം അനുകൂലമാക്കാൻ വേണ്ടിയുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവിടുന്ന് ഒരു പ്രതിനിധിയെ കൂടി വീണ്ടും അയക്കാനുള്ള ശ്രമത്തിൽ കൂടിയാണ് കാന്തപുരം നിൽക്കുന്നത്. കാന്തപുരത്തിൻ്റെ പ്രതിനിധി കൂടി എത്തിക്കഴിഞ്ഞാൽ കൂടുതൽ ചർച്ചകൾ കൂടുതൽ ശക്തമാക്കാമെന്നും അങ്ങനെ ആ ചർച്ചകളിലൂടെ തന്നെ ഒരു സമവായത്തിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ള ഉറച്ച പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. നിയമപരമായിട്ട് കേന്ദ്ര സർക്കാരുമൊക്കെ അത്തരം ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും അതിന് നിയമപരമായ പരിമിതികളും അന്താരാഷ്ട്ര നയതന്ത്രത്തിലെ പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ നയതന്ത്ര രീതികളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് കാന്തപുരത്തിന് ആ തലത്തിൽ ബന്ധമുള്ള ഒരു ഇസ്ലാം മത പണ്ഡിതൻ, അവിടെ യമനിൽ നിർണായകമായ സ്വാധീനമുള്ള ഒരു ഇസ്ലാം മത പണ്ഡിതൻ, അതാണ് ഷെയ്ഖ് ഹബീബ് ഉമർ. അദ്ദേഹത്തിനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പ്രതിനിധികൾ വഴിയാണ് ഇപ്പോൾ ഗോത്രവിഭാഗങ്ങളുമായിട്ടുള്ള ചർച്ച നടക്കുന്നത്. ഇപ്പോൾ ഇന്ന് ഈ വധശിക്ഷ, നാളെ നടക്കേണ്ട വധശിക്ഷ ഇന്ന് നീട്ടിവെക്കാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായും സമയം ലഭിക്കുമെന്നും ആ സമയത്തിനുള്ളിൽ ഈ ഗോത്രസഭയെയും അതോടൊപ്പം തന്നെ ആ വീട്ടുകാരെയും ഒക്കെ എല്ലാവരെയും പൂർണ്ണമായും അനുനയത്തിൽ എത്തിക്കാൻ കഴിയും എന്നുള്ളതൊക്കെ ഒരു പ്രതീക്ഷയാണ് ഉള്ളത്. അത്തരം ഒരു ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. ഈ അവസാന നിമിഷങ്ങളിലും പ്രതീക്ഷ നിൽക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഈ വധശിക്ഷ നീട്ടിവെക്കാൻ കഴിഞ്ഞാൽ വീണ്ടും അവരുമായി സംസാരിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ. അടുത്ത 3-4 മണിക്കൂറുകൾ വളരെ നിർണായകമാണ് ഈ തരത്തിൽ. ഇനി രാഷ്ട്രീയ വാർത്തകളിലേക്ക് വന്നാൽ കണ്ണൂരിൽ നിന്നാണ് പ്രധാനപ്പെട്ട വാർത്ത വരുന്നത്. കണ്ണൂരിൽ കോൺഗ്രസ് സമരസംഗമത്തിന്റെ പോസ്റ്ററിൽ നിന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കെ സുധാകരൻ MP-യുടെ ചിത്രം ഒഴിവാക്കിയതിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങി സുധാകരൻ പക്ഷം. KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ഭാരവാഹികളുടെ വാഹനങ്ങൾ തടഞ്ഞു. സുധാകരൻ അനുകൂലികൾ ഇന്നലെ മുദ്രാവാക്യം വിളിച്ചത് പ്രതിഷേധം പരസ്യമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണെന്നാണ് വിവരം. അതേസമയം KPCC ഭാരവാഹികളുടെ വാഹനം തടഞ്ഞുള്ള പ്രതിഷേധത്തിൽ നേതൃത്വം കടുത്ത അതൃപ്തിയിലാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ആര്യടൻ ഷൗക്കത്തിന്റെ വിജയത്തിന് പിന്നാലെ തിരുവനന്തപുരം DCC സംഘടിപ്പിച്ച സ്വീകരണ യോഗത്തിന്റെ പോസ്റ്ററിൽ നിന്ന് മുൻ KPCC അധ്യക്ഷൻ കൂടിയായ കെ സുധാകരന്റെ ചിത്രം ഒഴിവാക്കിയതോടെയാണ് വിവാദം തലപൊക്കിയത്. നടപടി ചോദ്യം ചെയ്തുകൊണ്ട് DCC അധ്യക്ഷൻ പാലോട് രവിയെ ഫോണിൽ ബന്ധപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകന് ലഭിച്ച മറുപടി ഇങ്ങനെ: നമ്മളെ പഴയ KPCC പ്രസിഡന്റിന്റെ ഫോട്ടോ ഒന്നും ഇല്ലല്ലോ സാർ. അത് രണ്ടാമത്തത് കണ്ടില്ലേ, അത് കറക്റ്റ് ചെയ്ത്. കാരണം അത് നമ്മുടെ വിനോദ് തന്നെയാണ് ആ ഡിസൈൻ ഉണ്ടാക്കിയത്. അതെ സാറേ, നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടിക്ക് വേണ്ടി ഇയാൾ പറയുന്ന ഇയാളൊന്ന് കേക്ക്. അത് ഡിസൈൻ ഉണ്ടാക്കിയത് ആണ്. ആ ഡിസൈൻ ഉണ്ടാക്കിയപ്പോൾ തന്നെ നമ്മുടെ ആളുകൾ അത് കണ്ടുപിടിച്ചു. ആ കണ്ടുപിടിച്ച് അപ്പോഴും തന്നെ അത് കറക്റ്റ് ചെയ്തു. അപ്പോഴും തന്നെ കറക്റ്റ് ചെയ്തു. രണ്ടാമത്തത് എല്ലാവർക്കും ഇട്ട് കൊടുത്തു, എല്ലാ ഗ്രൂപ്പിലും ഇട്ട് കൊടുത്തു. സാറേ, കഴിഞ്ഞ ഒരു മണിക്കൂറിന് മുമ്പ് ഫേസ്ബുക്കിൽ സാറിന്റെ ഇത് തന്നെ അയാൾ കട്ട് ചെയ്തിട്ട് പോയടേ. തലസ്ഥാനത്ത് സംഭവിച്ച അബദ്ധം കണ്ണൂരിലെ സമരസംഗമത്തിന്റെ പോസ്റ്ററിലും ആവർത്തിച്ചതോടെയാണ് ഇത് ബോധപൂർവമായ നീക്കമെന്നാരോപിച്ച് സുധാകരൻ അനുകൂലികൾ രംഗത്തെത്തിയത്. KPCC അധ്യക്ഷരെയും ഭാരവാഹികളെയും വഴിയിൽ തടഞ്ഞ് സുധാകരൻ അനുകൂലികൾ നടത്തിയ മുദ്രാവാക്യം വിളി സമരസംഗമത്തിന്റെ നിറം കെടുത്തിയെന്ന അമർഷത്തിലാണ് KPCC നേതൃത്വം. കെ സുധാകരൻ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നതും പ്രതിഷേധ സൂചകമായിട്ടെന്നാണ് വിവരം. പയ്യന്നൂർ എഡ്യൂക്കേഷൻ സൊസൈറ്റിയിലെയും മാടായി കോഓപ്പറേറ്റീവ് കോളേജിലെയും നിയമനങ്ങളിൽ
CPM അനുഭാവികളായ ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായി DCC നേതൃത്വം നിലപാടെടുത്തതിനെ KPCC അധ്യക്ഷനായിരുന്ന K. സുധാകരൻ ചോദ്യം ചെയ്തതോടെയാണ് ജില്ലയിലെ നേതാക്കളുമായി തർക്കം രൂക്ഷമായത്. സുധാകരന്റെ വിശ്വസ്തനായിരുന്ന DCC അധ്യക്ഷൻ മാർട്ടിൻ ജോർജ് ഗ്രൂപ്പ് മാറിയതോടെ പോര് വീണ്ടും കനത്തു. കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ള നേതാവിന്റെ ബന്ധു കണ്ണൂർ DCCയുടെ പ്രവർത്തനത്തെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നാണ് സുധാകരൻ പക്ഷത്തിന്റെ വാദം. സ്വന്തം തട്ടകത്തിൽ സുധാകരനെ അവഗണിക്കാനുള്ള നീക്കത്തിന് പിന്നിലും ഇദ്ദേഹത്തിന് ബന്ധമുണ്ടെന്നാണ് വിമർശനം. അതേസമയം അധികാരം തിരിച്ചുപിടിക്കാനുള്ള അഭിമാന പോരാട്ടത്തിന് പാർട്ടി തയ്യാറെടുക്കുമ്പോൾ അനാവശ്യ വിവാദങ്ങൾ കെട്ടുറപ്പിനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് നേതൃത്വം. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. താൽക്കാലിക VC നിയമനത്തിലെ ഹൈക്കോടതി വിധിക്കെതിരെ ഗവർണർ അപ്പീൽ നൽകും. താൽക്കാലിക VC നിയമനത്തിൽ UGC ചട്ടം ബാധകമല്ലെന്ന പരാമർശത്തിൽ വ്യക്തത തേടിയാകും സുപ്രീംകോടതിയെ സമീപിക്കുക. VC നിയമനം വേഗത്തിലാക്കാനാണ് സർക്കാർ നീക്കം. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലേക്ക് പുതിയ VCമാരെ നിയമിക്കാനുള്ള പാനൽ സർക്കാർ ഇന്ന് തന്നെ ഗവർണർക്ക് കൈമാറും. അതേസമയം കേരള സർവകലാശാലയിൽ ഭരണ പ്രതിസന്ധി തുടരുകയാണ്. വിദ്യാർത്ഥികളുടെ ബിരുദ സർട്ടിഫിക്കറ്റ് അടക്കമുള്ളവ വിതരണം ചെയ്യാനാകാത്ത സാഹചര്യമാണ്. വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്താത്തതും പ്രതിസന്ധി ഇരട്ടിപ്പിക്കുന്നു. സ്കൂൾ സമയമാറ്റത്തിൽ സർക്കാരിന് മുന്നറിയിപ്പുമായി സമസ്ത. സമയമാറ്റത്തിൽ പിന്നോട്ടില്ലെങ്കിൽ ചർച്ച പിന്നെ എന്തിനാണ് എന്നായിരുന്നു ഉമ്മർ ഫൈസി മുക്കത്തിന്റെ വിമർശനം. മുസ്ലിം സമുദായത്തെ അവഗണിച്ചാൽ തിക്തഫലം അനുഭവിക്കേണ്ടി വരുമെന്നും ജനങ്ങളെ വിരട്ടാൻ സർക്കാർ നോക്കേണ്ടെന്നും ഉമ്മർ ഫൈസി മുക്കം വിമർശിച്ചു. ചർച്ച ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെല്ലും, ചർച്ചയ്ക്ക് വിളിക്കുകയാണെങ്കിൽ അതേ നമുക്ക് പറയാനുള്ളൂ. ചർച്ച ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി തീരുമാനം എടുക്കരുത്. എല്ലാ ഗവൺമെന്റുകളും അങ്ങനെ വരുമ്പം പ്രത്യേകിച്ച് വലിയൊരു സമൂഹമാണ് സമസ്ത അല്ലെങ്കിൽ മുസ്ലിം വിഭാഗം എന്നൊക്കെ പറയുന്നത്. അവർ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ കഴിയുമെന്ന് ഒരു സർക്കാരും വിചാരിക്കേണ്ട. അതൊരു ധിക്കാരപരമായ പോക്കായിരിക്കും. അതിന്റെ തിക്തഫലം അവരനുഭവിക്കേണ്ടി വരും ആരായിരുന്നാലും. എതിർപ്പുള്ളവരെ സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചത് തീരുമാനം മാറ്റാനല്ലെന്നും കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാണെന്നുമുള്ള മന്ത്രി V. ശിവൻകുട്ടിയുടെ പ്രതികരണമാണ് സമസ്തയെ ചോടിപ്പിച്ചത്. ചർച്ചകൾ തുടരുകയാണ്. അതായത് ജിഫ്രി തങ്ങളുമായിട്ട് ഞാൻ ഫോണിൽ സംസാരിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, അവർക്ക് ആശയക്കുഴപ്പമുണ്ടെങ്കിൽ അത് തീർക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. അടുത്ത ആഴ്ച അതിനൊരു വേദി തിരുവനന്തപുരത്ത് ഒരുക്കാമെന്നും പറഞ്ഞു. അവരത് സമ്മതിച്ചിട്ടുണ്ട്. ആരോ അവരെ തെറ്റിദ്ധരിപ്പിച്ചു. അങ്ങനെയാണ് ഈ സമരത്തിനുള്ള പ്രഖ്യാപനം നടത്താൻ വേണ്ടിയുള്ള കാരണം എന്ന് പറഞ്ഞു. തീരുമാനം മാറ്റാൻ വേണ്ടിയുള്ള ചർച്ചയല്ല, ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ചർച്ച നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. എറണാകുളം നെട്ടൂരിൽ കണ്ടെയ്നർ ലോറിയുമായി പിടിയിലായ സംഘം കാർ മോഷ്ടിച്ചത് തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിൽ നിന്ന്. മോഷണ വിവരം തമിഴ്നാട് പോലീസ് കേരള പോലീസിന് കൈമാറിയതിനെ തുടർന്നാണ് പുലർച്ചെ 3 അംഗ സംഘത്തെ പനങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ മൂന്നാമത്തെയാളെ സാഹസികമായി പോലീസ് പിടികൂടി. തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിൽ നിന്നും ഒരു കാർ മോഷണം പോയെന്ന പരാതി പോലീസിന് ലഭിക്കുന്നു. തുടർന്ന് നടത്തിയ വിശദമായ പരിശോധനയിൽ CCTVയിൽ കാർ കണ്ടെയ്നർ ലോറിയിൽ കയറ്റി കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് എന്ന വിവരം ലഭിക്കുന്നു. പോലീസിന്റെ ഈ സന്ദേശം കേരള പോലീസിന് കൈമാറുകയും പോലീസിന്റെ നിരീക്ഷണം ശക്തമാക്കുകയും ചെയ്തു. ഇന്ന് പുലർച്ചെ 1:30 നെട്ടൂരിൽ നിന്നും സംശയാസ്പദമായ സാഹചര്യത്തിൽ ഈ കണ്ടെയ്നർ പോലീസിന് പിടികൂടുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ഈ കണ്ടെയ്നർ തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇതിന്റെ ഉള്ളിൽ AC-യും അനുബന്ധ ഉപകരണങ്ങളും ഒരു ഗ്യാസ് കട്ടറും കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായി. 3 രാജസ്ഥാൻ സ്വദേശികളായ 3 പേരായിരുന്നു ഈ വാഹനത്തിലുണ്ടായിരുന്നത്. 3 പേരെയും പോലീസ് പിടികൂടി ഈ തൊട്ടടുത്തുള്ള പനങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്ന സാഹചര്യമായിരുന്നു. പ്രതികളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നതിനിടയിൽ ഒരാൾ ബാത്റൂമിൽ പോകണമെന്നാവശ്യപ്പെട്ടു. തുടർന്ന് പോലീസ് സ്റ്റേഷന്റെ ഉള്ളിലെ ബാത്റൂമിലേക്ക് പ്രതി പോവുകയും ഈ സ്റ്റേഷന്റെ ബാത്റൂമിന്റെ ജനൽ ചില്ല പൊളിച്ച് പുറത്തേക്ക് ഓടുകയും ചെയ്തു. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ ബാത്റൂമിന്റെ ജനൽ ചില്ലയാണ് ഈ പ്രതി പൊളിച്ചതിന് ശേഷം ഇതിൽ കൂടി ചാടി റോഡിലേക്ക് പോവുകയും ചെയ്തു. ഈ സമയത്ത് പോലീസിന്റെ വിശദമായ പരിശോധനയുണ്ടായിരുന്നു. ഈ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലെല്ലാം തന്നെ പോലീസിന്റെ പരിശോധന ഊർജിതമായി തുടരുകയായിരുന്നു. ആ സമയത്താണ് ഈ കുഫോസ് കെട്ടിടത്തിന്റെ മുകളിൽ പ്രതി ഒളിച്ചിരിക്കുന്നു എന്നുള്ളൊരു നിർണായകമായിട്ടുള്ള വിവരം നാട്ടുകാരിൽ ചിലർ ഇത് കണ്ടു
എന്ന് പോലീസിന് കൈമാറുന്നു. പോലീസ് ഈ കെട്ടിടത്തിലേക്ക് പോവുകയും പ്രതി അവിടെ നിന്ന് ഓടി അടുത്തുള്ള കുളത്തിലേക്ക് ചാടുന്നു. പോലീസ് അവിടെ നിന്നാണ് പ്രതിയെ പിടികൂടി സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും ചെയ്തത്. എന്നാലും നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ കൂടി പോലീസിന്റെ ഭാഗത്തു നിന്നും നൽകുന്നുണ്ട്. അതായത് ഈ പിടിയിലായിട്ടുള്ള രാജസ്ഥാൻ സ്വദേശികളായ 3 പേർ, അവരുടെ ലക്ഷ്യം ATM കൊള്ളയാണോ എന്ന സംശയമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഹരിയാനയിലെ മേവത് എന്ന് പറയുന്ന ഒരു സംഘം, കൊള്ള സംഘം, അവർ സമാനമായ രീതിയിലാണ് മോഷണങ്ങൾ നടത്തുന്നത്. അതായത് മോഷ്ടിച്ച കാർ കണ്ടെയ്നറിൽ കയറ്റി അത് മറ്റൊരു സ്ഥലത്തേക്ക്, ചിലപ്പോൾ സംസ്ഥാനം വിട്ട് തന്നെ പോയേക്കാം, മറ്റൊരു ജില്ലയിലേക്ക്, മറ്റൊരു സംസ്ഥാനത്തേക്ക് എത്തിച്ച് അവിടെ ഏതെങ്കിലും ഒരു ATMൽ ആ കാർ ഉപയോഗിച്ചായിരിക്കും റോബറി നടത്തുക, മോഷണം നടത്തുക എന്നതാണ് ഇവരുടെ ഒരു രീതി. ആ രീതിയിലേക്ക് തന്നെയാണോ ഇപ്പോൾ പിടിയിലായ 3 രാജസ്ഥാൻ സ്വദേശികളും അത്തരത്തിലുള്ള ഒരു മോഷണ ശ്രമത്തിലേക്കാണോ നടക്കാനാണോ ശ്രമിച്ചതെന്നാണ് പോലീസിന്റെ സംശയം. എന്തായാലും ഇവരെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. പക്ഷേ ഇപ്പോഴും നവമി, ഏറ്റവും പുതിയ ചില വിവരങ്ങളുമായി നവമി തന്നെ ചേരുന്നുണ്ട്. നവമി, ഈ മോഷ്ടിച്ച കാർ കണ്ടെത്തിയെന്ന വിവരം കൂടി കിട്ടുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? കാർ മോഷ്ടിച്ചതിന് ശേഷം തമിഴ്നാട്ടിൽ തന്നെ ഉപേക്ഷിച്ചിട്ടുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ തമിഴ്നാട് പോലീസ് ഈ കാർ കണ്ടെത്തിയിട്ടുണ്ട്. കാർ അവിടെ ഉപേക്ഷിച്ചതിന് ശേഷമാണ് ഈ AC അടക്കമുള്ള സാധനങ്ങളുമായി ഈ കണ്ടെയ്നർ കേരളത്തിലേക്ക് പുറപ്പെട്ടത്. അത് കൊച്ചിയിലെ തന്നെ, നെട്ടൂരിൽ തന്നെ ഉള്ള ഒരു സ്ഥാപനത്തിലേക്കുള്ള AC-കളാണ്. അതിന്റെ കൃത്യമായിട്ടുള്ള റെസിപ്റ്റ് അടക്കം ഈ വണ്ടിയിൽ നിന്ന് പോലീസിന് കണ്ടെത്താനും കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ എന്തിനാണ് ഗ്യാസ് കട്ടർ ഇവർ കൊണ്ടു നടന്നത്, അല്ലെങ്കിൽ ഈ കണ്ടെയ്നറിനുള്ളിൽ എന്തിനായിരുന്നു ഗ്യാസ് കട്ടർ എന്ന സംശയമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിലുള്ളത്. എന്നാലും ഇപ്പോൾ പിടിയിലായത് 3 പേരാണ്. ഒരു രാജസ്ഥാൻ സ്വദേശിയും 2 ഹരിയാന സ്വദേശികളും. ഇതിൽ ചാടിപ്പോയത് രാജസ്ഥാൻ സ്വദേശിയാണ്. ഹരിയാന സ്വദേശികളായിട്ടുള്ള നാജിർ അഹമ്മദ്, ഷഹീദ് എന്നിവരാണ്. എന്തായാലും ഇവർക്കെതിരെ പോലീസ് ഇയാൾക്കെതിരെ 10 കേസുകൾ നിലവിലുണ്ട്. തമിഴ്നാട്ടിലടക്കം 10 കേസുകൾ നിലവിലുണ്ടെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഇനി കണ്ടെത്തേണ്ടത് എന്തിനാണ് ഇവർ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ഇങ്ങോട്ടേക്ക് കടന്നതെന്നാണ് പോലീസ് ഇപ്പോഴും സംശയിക്കുന്നത്. കേരളത്തിൽ ഒരു റോബറി, ഒരു മോഷണം നടത്താൻ തന്നെയായിരുന്നു ഇവരുടെ ശ്രമമെന്നാണ്. അങ്ങനെ ഒരു മോഷണം നടക്കുന്നതിന് മുൻപ് തന്നെ പോലീസിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടൽ തന്നെയാണ് ഈ പ്രതികളെ പിടികൂടാനും സഹായിച്ചത്. എന്നാലും ACP രാജ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ പ്രതികളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി, എന്തായാലും മോഷ്ടിച്ച കാർ കണ്ടെത്തി എന്ന വിവരങ്ങൾ കൂടി വരികയാണ്. ഒരു അത്യന്തം നാടകീയമായി ഒരു വിവരം കിട്ടുന്നു, പരിശോധിക്കുന്നു, അവസാനം അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്കൊടുവിൽ ഇപ്പോൾ ആ കാർ കൂടി കണ്ടെത്തിയിരിക്കുന്നു. ഈ ATM മോഷണത്തിനായിട്ടാണ് ഇവർ ഈ കാർ മോഷ്ടിച്ച്, ആ കാർ ഉപയോഗിച്ച് മോഷണം നടത്താനാണ് പദ്ധതി ഇട്ടത് എന്നതാണ് പോലീസ് സംശയിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ നെല്ല് സംഭരണം കടുത്ത പ്രതിസന്ധിയിൽ. സപ്ലൈകോ കർഷകർക്ക് നൽകാനുള്ളത് 711 കോടിയിലേറെ രൂപയാണെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. 2024-25 വർഷത്തെ മാത്രം തുകയാണിത്. അതേസമയം സംഭരിച്ച നെല്ലിന്റെ തുക ആവശ്യപ്പെട്ട് കുട്ടനാട്ടിലെ പാഡി ഓഫീസിൽ ഇരുന്ന് പ്രതിഷേധിച്ച കർഷകർക്കെതിരെ പോലീസ് കേസെടുത്തു. നെല്ലിന്റെ തുക വകമാറ്റി ചെലവഴിച്ച മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കർഷകരും പോലീസിൽ പരാതി നൽകി. സംസ്ഥാന സർക്കാർ കേരളത്തിലെ നെൽകർഷകരിൽ നിന്നും 2024-25 വർഷ കാലയളവിൽ 1-ാം വിളയുടെയും 2-ാം വിളയുടെയും നെല്ല് സംഭരിച്ച ഇനത്തിൽ നൽകാനുള്ള തുകയുടെ കണക്കാണിത്. 2,68,777 കർഷകരിൽ നിന്നായി 5.8 ലക്ഷം മെട്രിക് ടൺ നെല്ലാണ് സംഭരിച്ചത്. ഇതിന്റെ വിലയായി ഇന്നലെ വരെ നൽകാനുള്ളത് 701,56,57,770 രൂപയാണെന്ന് സപ്ലൈകോയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു. 3 മുതൽ 4 മാസം വരെ പെൻഡിംഗ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പുഞ്ചകൃഷിയുടെ കഴിഞ്ഞ പുഞ്ചകൃഷിയുടെ മാർച്ച് മാസത്തിൽ കൊയ്ത നെല്ലിന്റെയാണ് പ്രധാനമായിട്ടും കിട്ടാനുള്ളത്. ഒരു കൃഷി കഴിഞ്ഞ് 2-ാം കൃഷി പകുതിയായി. ഒരു കൃഷി മാത്രം ചെയ്യുന്ന മേഖലയിൽ അടുത്ത പുഞ്ചയ്ക്കുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. സർക്കാർ ലേല നടപടികളിലേക്ക് വരെ മുന്നോട്ട് പോയിരിക്കുക. കഴിഞ്ഞ വർഷം ഈ സമയം മുതൽ ഞങ്ങൾ ചിലവാക്കിയ പൈസയും ഞങ്ങളുടെ അധ്വാനത്തിന്റെ കൂലിയും എല്ലാം കൂടിയാണ്. ഒരു വർഷത്തെ ഞങ്ങളുടെ മുഴുവൻ അധ്വാനത്തിന്റെയും ഞങ്ങളുടെ സ്വത്തിന്റെ ആകെ തുകയാണ് സർക്കാർ ഞങ്ങളുടെ നിന്ന് എടുത്തുകൊണ്ട് പോയ നെല്ല്. അതിന്റെ വില കിട്ടാതെ ഞങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല. കുട്ടനാട്ടിൽ 2-ാം കൃഷി പാതിഘട്ടം പിന്നിട്ടിരിക്കുകയാണ്. പുഞ്ചകൃഷി തുടങ്ങുന്നതിനുള്ള പമ്പിംഗ് ലേല നടപടികൾ ആരംഭിക്കുകയാണ്. ഈ ഘട്ടത്തിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കർഷകർ കടന്നു പോകുന്നത്. 2-ാം കൃഷിയുടെ പാതി വഴി പിന്നിട്ടു. പലരും കൃഷി ഉപേക്ഷിച്ചു, 2-ാം കൃഷി ഉപേക്ഷിച്ചു. ഇനിയുള്ളത് പുഞ്ചകൃഷിയാണ്.
ഒന്നാം വിള എന്ന് പറയുന്ന ആ ഒരു വലിയ കൃഷിയാണ്. അതിലാണ് ഏറ്റവും കൂടുതൽ കർഷകർ ഉണ്ടാകുന്നത്. ആ കൃഷിയുടെ ലേല നടപടികൾ ആരംഭിക്കേണ്ട സമയമാണ്. അപ്പോഴും ഞങ്ങളുടെ പണം കിട്ടാത്ത കാരണം പുഞ്ചകൃഷിയിലേക്ക് പോകണമെന്ന് പോലും ആളുകൾക്ക് സംശയമാണ്. പലരും കൃഷി ഉപേക്ഷിക്കാനായിട്ട് പാടശേഖരങ്ങൾ മൊത്തത്തിൽ തീരുമാനമെടുക്കുകയാണ്. നെൽവിലക്കായി മങ്കൊമ്പ് പാടി മാർക്കറ്റിംഗ് ഓഫീസിൽ നിവേദനം നൽകാനായി എത്തിയ കർഷകർക്ക് മുന്നിൽ നിന്ന് 3 പാടി ഓഫീസർമാരും ബോധപൂർവം ഒഴിഞ്ഞു നിന്നതായി കർഷകർ ആരോപിക്കുന്നു. ഇതിനെതിരെ അവിടെ എത്തിയ കർഷകർ ഓഫീസിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പ്രതിഷേധിച്ച കർഷകർക്കെതിരെ പുളിങ്കുന്ന് പോലീസ് കേസെടുത്തു. ഇതോടെ നെൽകർഷകർ വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങാൻ തയ്യാറെടുക്കുകയാണ്. നെല്ല് സംഭരിച്ചാൽ PRSന് തുക 48 മണിക്കൂറിനുള്ളിൽ ലഭ്യമാക്കുമെന്നാണ് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരുമായി ഒപ്പിട്ടിരിക്കുന്ന കരാറിൽ വ്യക്തമാക്കുന്നത്. എന്നാൽ ഫെബ്രുവരി മാസത്തിൽ തുടങ്ങിയ നെല്ല് സംഭരണത്തിന് തുകയാണ് കർഷകർക്ക് ഇനിയും നൽകാനുള്ളത്. പൊതുവിതരണ വകുപ്പ് മന്ത്രി, കൃഷിമന്ത്രി എന്നിവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നെൽകർഷക കൂട്ടായ്മയും പുളിങ്കുന്ന് പോലീസിൽ പരാതി നൽകി. സംഭരിച്ച നെല്ലിന്റെ പണം ആവശ്യപ്പെട്ടുകൊണ്ട് പാടി ഓഫീസിലെത്തിയ കർഷകർക്ക് മേൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. എന്നാൽ സംഭരിച്ച നെല്ലിന്റെ തുക നൽകാതെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പ് മന്ത്രിമാർക്കെതിരെ കർഷകർ പരാതി നൽകിയിട്ടുണ്ട്. അതിന്മേൽ പുളിങ്കുന്ന് പോലീസ് എന്ത് നടപടി സ്വീകരിക്കുമെന്നത് വേണം കാത്തിരുന്നു കാണാൻ. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം പുളിങ്കുന്ന് നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കേരള സർവകലാശാലയിൽ വിദ്യാർത്ഥി പ്രതിഷേധം തുടരുകയാണ്. ഇന്നിപ്പോൾ SFI പ്രവർത്തകരാണ് യൂണിവേഴ്സിറ്റിയിലേക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ഒരു സംഖ്യയായ മോഹനൻ കുന്നുമലിനെ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോ RSSന്റെ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടി കേരളത്തിന്റെ സർവകലാശാലയെ ഇത്തരത്തിലുള്ള ആളുകൾ അതിനെ ഉപയോഗിക്കുന്നു. ഞങ്ങളിവിടെ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. RSSന്റെ അജണ്ട നടപ്പിലാക്കുന്ന ലബോറട്ടറികളല്ല കേരളത്തിലെ സർവകലാശാലകൾ. ഇവിടെ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ മൂല്യങ്ങളാണ്. ഇത് വിദ്യാർത്ഥികളുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഇടങ്ങളാണ്. ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്കെതിരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ടാണ് SFI ഇത്തരത്തിൽ സമരത്തിലേക്ക് വന്നിട്ടുള്ളത്. ഈ സമരം അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട കേരള സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് സഞ്ജീവിനെ ഏറെ ആവേശത്തോടുകൂടി സ്വാഗതം ചെയ്യും. കേരളത്തിലെ സർവകലാശാലകൾ അതിന്റെ അക്കാദമിക് നിലവാരത്തിലും അതിന്റെ പഠന അന്തരീക്ഷത്തിലുമെല്ലാം രാജ്യത്തിന് മാതൃകയായിട്ടുള്ള സർവകലാശാലകളാണ്. ഈ സർവകലാശാലകളെയെല്ലാം സൃഷ്ടിച്ചെടുത്തിട്ടുള്ളത് തുടർച്ചയായിട്ടുള്ള ജനാധിപത്യവൽക്കരണത്തിന്റെയും തുടർച്ചയായിട്ടുള്ള ഇടപെടലുകളുടെ ഭാഗമായി ജനാധിപത്യ രീതിയിൽ തന്നെ ഉയർന്നു വന്നിട്ടുള്ള സർവകലാശാലയിലാണ്. മറ്റു വാർത്തകളിലേക്ക് പോകാം. കാട്ടാക്കട പോക്സോ കോടതി തീപിടുത്തത്തിൽ അട്ടിമറി സാധ്യത സംശയിച്ച് പോലീസ്. തൊണ്ടി മുതൽ സൂക്ഷിച്ചിരുന്ന മുറിയിൽ മാത്രം തീ പിടിച്ചതിലാണ് സംശയം. തൊണ്ടി മുതലും ഫയലുകളും തീപിടുത്തത്തിൽ കത്തിനശിച്ചു. സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന പോക്സോ ഫാസ്റ്റ് ട്രാക്ക് കോടതിയുടെ ഓഫീസിലും തൊണ്ടി മുതൽ സൂക്ഷിക്കുന്ന മുറിയിലുമാണ് തീപിടിച്ചത്. ഇന്നലെ രാത്രി 9 മണിയോടെയായിരുന്നു തീപിടുത്തം. 9 മണിയോടുകൂടി പുക പോകുന്നത് കണ്ടു. അങ്ങനെ അടുത്തുള്ള ആൾ വന്ന് വീട്ടിൽ വന്ന് പറഞ്ഞു ഇങ്ങനെ പുക പോകുന്നു വന്നു. വന്ന് നോക്കിയപ്പോൾ ഇവിടെയാണ് പുക. അങ്ങനെ ഫയർഫോഴ്സിനെ അറിയിച്ചു, പോലീസിനെ അറിയിച്ചു. ഫയർഫോഴ്സ് ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഫയർഫോഴ്സ് വന്നു. ഫയർഫോഴ്സ് വന്നിട്ട് അവർ ഷട്ടറിന്റെ ലോക്ക് കട്ട് ചെയ്ത് ഷട്ടർ പോക്കി അകത്ത് കയറി ഫയർ എക്സ്റ്റിംഗ്വിഷർ വെച്ച് അണയ്ക്കുകയായിരുന്നു. അത് പുക പുറത്തു പോകുന്നതിലേക്ക് വേണ്ടി ഈ ടഫൻ ഗ്ലാസ് പൊട്ടിക്കുകയായിരുന്നു. റൂറൽ എസ്പിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ അപകട സ്ഥലത്ത് പരിശോധന നടത്തി. ഫോറൻസിക് ഉദ്യോഗസ്ഥരും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഉദ്യോഗസ്ഥരും തെളിവുകൾ ശേഖരിച്ചു. കാട്ടാക്കട പോക്സോ കോടതിയിലെ ഫയൽ ആൻഡ് തൊണ്ടി റൂമിലെ ഒരു തീപിടുത്തമുണ്ടായിരുന്നു. അത് സംബന്ധിച്ച് കാട്ടാക്കട പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സംഭവ സ്ഥലം ഇന്നലെ രാത്രിയോട് തന്നെ പോലീസ് ഗാർഡിലായിരുന്നു. എല്ലാ കാര്യങ്ങളും വിശദമായി പരിശോധിച്ചതിന് ശേഷം എന്തെങ്കിലും ഫൗൾ പ്ലേ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നടപടിയെടുക്കുന്നതായിരിക്കും. അപ്പോൾ അതിന്റെ അകത്ത് മാത്രമേ കത്തിയിട്ടുള്ളതായിട്ടാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് മനസ്സിലായിട്ടുള്ളത്. കുറച്ച് ഫയലുകൾ കത്തിയിട്ടുണ്ട്. കുറച്ച് തൊണ്ടികൾ മുതലുകളും കത്തിയതായിട്ട് കാണുന്നുണ്ട്. ഷോർട്ട് സർക്യൂട്ടാണോ അപകട കാരണമെന്നും പരിശോധിക്കുന്നുണ്ട്. തൊണ്ടി മുതലുകളായി സൂക്ഷിച്ചിട്ടുള്ള മൊബൈൽ ഫോണുകളടക്കം കത്തി നശിച്ചു. മൊബൈൽ ഫോണുകൾ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടമാണെന്ന സംശയം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.
ആക്സിയം 4 ദൌത്യസംഘം 2 മണിക്ക് ഭൗമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കും. 3 മണിക്ക് ഡ്രാഗൺ പേടകം സ്പ്ലാഷ് ഡൌൺ ചെയ്യുമെന്നാണ് വിവരം. പസഫിക് സമുദ്രത്തിൽ US നേവി സുരക്ഷ ശക്തമാക്കി. കാലാവസ്ഥ അനുയോജ്യമാണെന്നാണ് കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നുള്ള അറിയിപ്പ്. ശുഭാംശു ശുക്ലയും സംഘത്തെയും സ്പ്ലാഷ് ഡൌണിന് ശേഷം ടെക്സസിലെ ജോൺസൺ സ്പേസ് സെന്ററിലേക്ക് എയർലിഫ്റ്റ് ചെയ്യും. കർണാടക ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതക കേസിൽ സംസ്ഥാന വനിതാ കമ്മീഷന്റെ ഇടപെടൽ. സംഭവം അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിക്കണമെന്ന് സർക്കാരിനോട് വനിതാ കമ്മീഷൻ അധ്യക്ഷ നാഗലക്ഷ്മി ചൌധരി ആവശ്യപ്പെട്ടു. ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് ഇടപെടൽ. ലൈംഗിക പീഡനത്തിനിരയായി കൊല്ലപ്പെട്ടവരിൽ ഏറെയും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളും സ്ത്രീകളുമാണ്. ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രദേശത്തെ മണ്ണുമാറ്റിയുള്ള പരിശോധനയ്ക്ക് നടപടികൾ പുരോഗമിക്കുകയാണ്. എറണാകുളം സൌത്തിൽ പ്രവർത്തിച്ചു വന്ന അനാശാസ്യ കേന്ദ്രത്തിൽ പെൺകുട്ടികളെ എത്തിച്ചത് ലഹരി നൽകിയെന്ന് പോലീസ്. പിടിയിലായ പ്രതി അക്ബർ അലി പ്രണയം നടിച്ച് പെൺകുട്ടികളെ വലയിലാക്കിയതിനു ശേഷം ലഹരി നൽകിയാണ് അനാശാസ്യ കേന്ദ്രത്തിൽ എത്തിച്ചിരുന്നതെന്നാണ് കണ്ടെത്തൽ. പോലീസ് റെയ്ഡിൽ ഉത്തരേന്ത്യക്കാരായ 6 പെൺകുട്ടികൾ ഉൾപ്പെടെ 9 പേർ പിടിയിലായി. അനാശാസ്യ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരനായ മണ്ണാർക്കാട് സ്വദേശി അക്ബർ അലി പ്രണയം നടിച്ച് പെൺകുട്ടികളെ വലയിലാക്കിയതിനു ശേഷം ലഹരി നൽകിയാണ് കേന്ദ്രത്തിൽ എത്തിച്ചതെന്നാണ് കണ്ടെത്തൽ. ഇതിലൂടെ പ്രതി സമ്പാദിച്ചത് ലക്ഷങ്ങളാണെന്നും പോലീസ് പറയുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളും റാക്കറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളതായി വിവരമുണ്ട്. കൊച്ചി നഗരത്തിലെ ചില വിദ്യാർത്ഥിനികളും IT പ്രൊഫഷണലുകളും റാക്കറ്റിൽ കുടുങ്ങിയെന്നാണ് പോലീസ് നൽകുന്ന വിവരം. വിശദമായ അന്വേഷണത്തിന് ശേഷം പോക്സോ കേസ് അടക്കമുള്ളവ ചുമത്തിയേക്കും. എളമക്കര കടവന്ത്ര പോലീസിന്റെ സംയുക്ത ഓപ്പറേഷനിലായിരുന്നു സംഘം കുടുങ്ങിയത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കടകളുടെ മറവിലായിരുന്നു റാക്കറ്റിന്റെ പ്രവർത്തനം. ഇടപ്പള്ളിയിൽ ഈ വിധം അനാശാസ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ടെന്ന് എളമക്കര പോലീസിന് ലഭിച്ച വിവരമാണ് നിർണായകമായത്. പരിശോധനയിൽ അക്ബർ അലിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഈ സമയം ഇവിടെ സ്ത്രീകളാരും ഉണ്ടായിരുന്നില്ല. വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് സൌത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം മറ്റൊരു ബ്രാഞ്ച് ഉണ്ടെന്ന് ഇയാൾ വെളിപ്പെടുത്തുന്നത്. വൈകിട്ട് ഇവിടെ നടത്തിയ പരിശോധനയിലാണ് മറ്റുള്ളവരെയും കണ്ടെത്തിയത്. സ്ത്രീകളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാകും കേസെടുക്കുക. മലയാളിയായ സ്ത്രീകളും റാക്കറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഓൺലൈൻ സൈറ്റുകളിൽ നമ്പർ നൽകിയായിരുന്നു പ്രവർത്തനം. ന്യൂസ് 18 കൊച്ചി. കൊല്ലം സ്വദേശിനി വിപഞ്ചിക ഷാർജയിൽ ജീവനൊടുക്കിയ സംഭവത്തിൽ നിയമ പോരാട്ടത്തിന് കുടുംബം. വിപഞ്ചികയുടെ അമ്മ ഷാർജയിലെത്തി, സഹോദരനും ഷാർജയിലേക്ക് തിരിക്കും. അവിടെ പോലീസിൽ കുടുംബം പരാതി നൽകും. വിപഞ്ചികയുടെയും കുഞ്ഞിന്റെയും മരണത്തിൽ നിയമ പോരാട്ടത്തിലാണ് കുടുംബം. ഷാർജ പോലീസിൽ പരാതി നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ഇതിനായി അമ്മ ഷാർജയിലെത്തി, സഹോദരനും ഉടനെത്തും. വിപഞ്ചികയുടെ ഭർത്താവ് നിതീഷ്, ഭർത്തൃ സഹോദരി നീതു ബെൻസി, ഭർത്തൃപിതാവ് മോഹൻ എന്നിവർക്കെതിരെ കഴിഞ്ഞ ദിവസം കുണ്ടറ പോലീസ് കേസെടുത്തിരുന്നു. ആത്മഹത്യാ പ്രേരണയും സ്ത്രീധന പീഡനവും ചുമത്തിയാണ് കേസ്. പ്രതികൾ 3 പേരും ഷാർജയിലാണ്. നിലവിൽ ശാസ്താംകോട്ട ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. കൊല്ലം റൂറൽ SP സാബു മാത്യു മേൽനോട്ടം വഹിക്കും. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കേരളപുരം സ്വദേശിനി വിപഞ്ചികയെയും മകൾ വൈഭവിയെയും ഷാർജയിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിപഞ്ചികയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം വ്യാഴാഴ്ചയോടെ നാട്ടിലെത്തിക്കാനാണ് കുടുംബത്തിന്റെ ശ്രമം. ന്യൂസ് 18 കൊട്ടാരക്കര. ലഹരി വിപത്തിനെതിരെ ന്യൂസ് 18 കേരളം കോഴിക്കോട് ദേവഗിരി സെന്റ് ജോസഫ്സ് ഓട്ടോണോമസ് കോളേജും ചേർന്ന് സംഘടിപ്പിക്കുന്ന AD 2025 ആന്റി ഡ്രഗ്സ് ക്യാമ്പയിന്റെ 2ാം പതിപ്പ് ഇന്ന് ദേവഗിരി കോളേജ് ഓഡിറ്റോറിയത്തിൽ ലിൻഡോ ജോസഫ് MLA പരിപാടി ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് അധ്യക്ഷത വഹിക്കും. കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് IAS ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. ദേവഗിരി കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ബിജു ജോസഫ് CMI ആശംസകൾ അറിയിക്കും. കഴിഞ്ഞ മാസം 10-ന് എറണാകുളം കാക്കനാട് രാജഗിരി കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് അപ്ലൈഡ് സയൻസസിലാണ് AD 2025 ആന്റി ഡ്രഗ് ക്യാമ്പയിന് തുടക്കമായത്. കേരളത്തിലെ വിവിധ ക്യാമ്പസുകളിൽ കുട്ടികൾക്ക് ലഹരി വിരുദ്ധ സന്ദേശം നൽകാനാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. DGP MR അജിത് കുമാറിന്റെ ട്രാക്ടർ യാത്രയിൽ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. MR അജിത് കുമാർ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചുവെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ചരക്ക് നീക്കത്തിന് മാത്രമേ ട്രാക്ടർ ഉപയോഗിക്കാവൂ എന്ന നിർദ്ദേശം ലംഘിച്ചായിരുന്നു യാത്ര. പോലീസിന്റെ ട്രാക്ടറിലായിരുന്നു നവഗ്രഹ പ്രതിഷ്ഠാ ദർശനത്തിനുള്ള അജിത് കുമാറിന്റെ യാത്ര. ശനിയാഴ്ച വൈകുന്നേരമാണ് ADGP പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ട്രാക്ടറിൽ യാത്ര ചെയ്തത്. C. സദാനന്ദനെ രാജ്യസഭാംഗമായി നോമിനേറ്റ് ചെയ്ത നടപടി രാഷ്ട്രീയ ധാർമ്മികതയ്ക്കും ഭരണഘടനാ മൂല്യത്തിനുമെതിരായ നീക്കമെന്ന് P. ജയരാജൻ. സദാനന്ദന്റെ അക്രമത്തിനിരയായ ജനാർദ്ദനന്റെ പ്രതികരണം മാധ്യമങ്ങൾ എടുക്കണം. ജനാർദ്ദനന്റെ പ്രതികരണം വന്നാൽ ആരാണ് അക്രമ രാഷ്ട്രീയത്തിന്റെ ഇരയെന്ന് വ്യക്തമാകുമെന്നും ജയരാജൻ പറഞ്ഞു. ധാർമ്മികതക്കെതിരായിട്ടുള്ള കാര്യമാണ്. ഭരണഘടന
നിർദ്ദേശിക്കുന്ന തത്വങ്ങൾക്കെതിരായിട്ടാണ് ആ നോമിനേഷൻ വന്നിട്ടുള്ളത്. എന്നെ ഈ നിലയിലാക്കിയത് ഓനാണ് എന്നാണ് ജനാർദ്ദനൻ പറഞ്ഞിട്ടുള്ളത്. അത് മാധ്യമങ്ങൾ ജനാർദ്ദൻ്റെ അഭിമുഖമെടുക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മണ്ണാർക്കാട്ടെ കൊലവിളി മുദ്രാവാക്യത്തിൽ CPM നേതാക്കൾക്കെതിരെ പരാതി. CPM ജില്ലാ കമ്മിറ്റി അംഗം PM ആർഷോ, മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി നാരായണൻകുട്ടി, ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീരാജ്, CPM ലോക്കൽ സെക്രട്ടറി മൻസൂർ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെയാണ് പരാതി. ഇവർക്കെതിരെ കലാപ ആഹ്വാനത്തിന് കേസെടുക്കണമെന്ന് പരാതിയിൽ പറയുന്നു. മുൻ SFI നേതാവായ ഷാനിഫാണ് മണ്ണാർക്കാട് പോലീസിന് പരാതി നൽകിയത്. ഇന്നത്തെ സ്വർണ്ണ നിരക്ക് നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. സ്വർണ്ണവില 22 ക്യാരറ്റ് ഗ്രാമിന് 9,145 രൂപ, പവന് 73,160 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 7,535, പവൻ 60,280. വെള്ളി ഗ്രാമിന് 123 രൂപ, കിലോഗ്രാമിന് 1,23,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. പകൽ വാർത്ത പൂർണ്ണമാവുന്നു. ഇനി സകലമാന കേരളം കാണാം.